great honor to invite Professor Dr. Shali Prakash Ma'am, Principal of Westford College of Nursing, to share her inspiring words. Ma'am, please. The most honored guest of today's function, Madam Sarah Joseph, Rafiq sir, of course Aishwarya left, and all the other dignitaries of the dais, all dear nurses, nursing students of Westford College of Nursing, all my dear teachers. താങ്ക് യു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്തേണ്ടത് ബ്രഹ്മപുത്രൻ സാറിനോടാണ്. ഇന്നത്തെ തീം നോക്കുമ്പം എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈഫ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുവിധം ദയ ഹോസ്പിറ്റലിലെ നഴ്സസിന് നല്ല അവർ നല്ല ശാക്തീകരിക്കപ്പെട്ടവരാണ്. അവരെ ഒരുപാട് സഹായിക്കുന്നത് ദയ ഹോസ്പിറ്റലാണ്, ബ്രഹ്മപുത്രൻ സാറിലൂടെയാണ്. അതുകൊണ്ട് സാർ എന്നോട് ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും എനിക്കത് വളരെ സന്തോഷത്തോടെ വരാനും അതിൽ പങ്കെടുക്കാൻ, ഏത് പ്രോഗ്രാമായാലും പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ്. അപ്പം സാറിനൊരു വലിയ നന്ദി. ബിക്കോസ് ഓഫ് ഹിം ഓൺലി ദിസ് പെർട്ടിക്കുലർ ഡേ ഈസ് ബീങ് ഓർഗനൈസ്ഡ് അറ്റ് ദിസ് ഫംഗ്ഷൻ. ആൻഡ് അറ്റ് ദി ഔട്ട്സെറ്റ് എനിക്ക് ദയ ഹോസ്പിറ്റൽ ഡയറക്ടർ ഇവിടെയുണ്ട്, അസീസ് സാറിനോട് വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസിന് ആവശ്യമായ ക്ലിനിക്കൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിന് വളരെ നന്ദിയുണ്ട്. ടുഡേയ്സ് ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ, ICN 1965 നഴ്സസ് ഡേ സെലിബ്രേറ്റ് തുടങ്ങിയതാണ്. 1974 May 12th, the birth anniversary of the great leader and founder of modern nursing, Miss Florence Nightingale. അവരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിനെ ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ ഏകദേശം ഫ്ലോറൻസ് നൈറ്റിംഗേൽ പോയി ഒരു 113 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ ദിവസം ഇന്നും ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഓർമ്മയിൽ, അതാണ് നമ്മളിവിടെ കണ്ടത്. അവരുടെ മുന്നിൽ, അത്രയും വലിയൊരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ തീ കൊടുത്തിയതും എല്ലാം ഇവിടെ കാണിക്കുന്നത്, ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ആണ് ഇന്ന് വരെയും. അത് ലോകമെമ്പാടും ആ ഒരു ദിവസത്തിൽ നഴ്സസിനെ വിസിബിൾ ആക്കുകയും അവരെ സോഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അവസരമാണ് നഴ്സസ് ഡേ. ഓഫ്കോഴ്സ് ഡോക്ടേഴ്സ് ഡേ ഉണ്ട്, ലബോറട്ടറി ഡേയ്സ് ഉണ്ട്, എല്ലാം അതിനുശേഷം ഓരോ പ്രൊഫഷൻസും ഏറ്റെടുത്തിട്ടുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറയുകയാണെങ്കിൽ ടർക്കിയിൽ സ്ക്യൂട്ടേറിയയിൽ ക്രിമിയൻ വാർ നടന്നപ്പോഴത്തേക്കും അവിടെയുള്ള ബാരക്സിൽ അവിടെ സോൾജേഴ്സിന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോഴും ഒരു ലാമ്പ് കൊണ്ടുപോയിട്ട്, ഒരു കയ്യിലൊരു ലാമ്പുണ്ട്, ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് മനസ്സിലായി, ഓരോ സോൾജേഴ്സിനെയും അറ്റൻഡ് ചെയ്യുക, അവരുടെ സഫറിങ് പെയിൻ മനസ്സിലാക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണ് അവർ ആ സ്നേഹത്തോടെ ആ സോൾജേഴ്സ് ലേഡി വിത്ത് ലാമ്പ് എന്ന് വിളിക്കാൻ ഇടയായത്. അവിടെ ചെയ്തത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ വെറുതെ ഒരു എംപതൈസ് ചെയ്യുകയോ ഒരു കംഫർട്ട് ചെയ്യുകയോ മാത്രമല്ല, അവിടെ ഒരു സിസ്റ്റത്തിനെ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് അവർ കണ്ടെത്തിയ ഒരു പ്രൂഫാണ്, എവിഡൻസ് ആണ്, ഇൻസാനിറ്ററി കണ്ടീഷൻസ് ആണ് ആ ഇൻഫെക്ഷൻ റേറ്റ് കൂട്ടാനും, ഇഞ്ചുറിയിൽ നിന്ന് ഇൻഫെക്ഷൻസിലേക്ക് അത് മാറി ഇൻഫെക്ഷൻ റേറ്റ് കൂട്ടാനും മോർട്ടാലിറ്റി റേറ്റ് കൂട്ടാനും ഇടയായതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിഡൻ്റ്ലി ഷീ പ്രൂവ്ഡ്, കളക്റ്റഡ് ഡാറ്റ, ഒരു ഡാറ്റ ഡ്രിവൺ എക്സ്പീരിയൻസ് ആയിരുന്നു ഷെയർ ചെയ്തത് അതോറിറ്റീസ്. ഇന്ന് ഇവിടെ ഐശ്വര്യ പറഞ്ഞതുപോലെ ഒരുപാട് റെസിസ്റ്റൻസ് അന്നും ഒരു സ്ത്രീയെ, ഒരു നേഴ്സ് അതിൽ നിന്നും ഉയർന്നവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടായ റെസിസ്റ്റൻസ് ഫ്ലോറൻസ് നൈറ്റിംഗേലിനും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും പതറാതെ അതിനെ ചാലഞ്ച് ചെയ്ത് അതിൽ നിന്നും ഒരു വിമുക്തി നേടി മോർട്ടാലിറ്റി റേറ്റ് താഴ്ത്താനായിട്ട് ഫ്ലോറൻസ് നൈറ്റിംഗേലിന് സാധിച്ചു. അതെന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അതെന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മളായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ നമ്മൾ വിജയം നേടും. നമ്മുടെ പേഷ്യൻ്റ് കെയറിലായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം. അതിന് ഞാൻ ഇന്നും ഉൾക്കൊള്ളുന്ന ഒരു പ്രിൻസിപ്പിളാണ്, when our heart's desire is genuine and pure, things will be made possible. നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നാം, പക്ഷെ അത് പോസിബിൾ ആക്കാൻ പറ്റും. ഐശ്വര്യയോടെ സംസാരിച്ചു, ഐശ്വര്യ പോയി. ഐശ്വര്യ വന്ന അതേ കോളേജിൽ നിന്നാണ് ഞാനും ഐശ്വര്യയുടെ കുറേ സീനിയറായിട്ട് പഠിച്ചിറങ്ങിയ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്.
അതിന് പിന്നാലെ ഇറങ്ങിയാണ് ആശാരാജ്. പുള്ളിക്കാരി എവിടെ നിന്നാണ്. ഇതേ മെഡിക്കൽ കോളേജിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെയധികം യൂണിറ്റ്സ്, S1, S2, S3, 7 യൂണിറ്റ്സ് എങ്ങാണ്ടുണ്ട് അന്ന് സർജറിക്ക്. മെഡിക്കലിന് അതുപോലെ ഉണ്ട്. പ്രശസ്തരായ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ന്യൂറോ സർജൻസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഞങ്ങൾ BSc നഴ്സിംഗ് 45 വാർഡുള്ള 45 പേഷ്യൻസിൻ്റെ കിടക്കയുള്ള വാർഡിൽ 60 പേഷ്യൻസ് കിടന്ന് അതിൽ 5 BSc നഴ്സിംഗ് സ്റ്റുഡൻസ് സെർവ് ചെയ്ത്, അതായത് അവിടെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ 5 പേര് പോസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഈ അസാധ്യമായ കാര്യമാണ് 5 നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതി കാണിക്കണം ടീച്ചേഴ്സിന്. നിങ്ങളെപ്പോലെ ഇപ്പം 24 hours എഴുതിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും എഴുതിയാൽ പോരാ, എന്നും നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ജോട്ട് ഡൗൺ ചെയ്ത് കെയർ പ്ലാൻ ഒക്കെ എഴുതണം. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നല്ലവണ്ണം ഞങ്ങളെ പണിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി എങ്ങാനും ഈ ഒരു പേഷ്യന്റിന് കെയർ കൊടുക്കാതെ തിരിച്ച് കോളേജിൽ പോയാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഹെഡ് സിസ്റ്റർ വിളിക്കും, ഷേർലി ഈ പേഷ്യന്റിന് കെയർ കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മാഡം പറയും തിരിച്ചു പോയി കൊടുത്തിട്ട് വന്നാൽ മതി. ഇതെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. പക്ഷെ എങ്കിലും ഞാൻ ഒരുപാട് ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഡിഫർ ചെയ്യുന്നു. ഇതേ OT-യിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യങ്ങളിലും അന്ന് എൻ്റെ കാലത്ത് നഴ്സുമാർ അങ്ങനെയൊന്നും അല്ലെങ്കിൽ സീനിയർ സിസ്റ്റേഴ്സ് ഒന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത് ഒരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത്, സർജിക്കൽ സ്ക്രബിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു സീനിയർ ഡോക്ടർ, ഭയങ്കര വലിയൊരു ആളാണ്, ഇപ്പോഴൊന്നും അവരൊന്നും സർവീസിലൊന്നും ഇല്ല, നല്ല വയസ്സായി കാണും. പുള്ളി ചോദിച്ചു എന്താ കുളിക്കുകയാണോ ഊട്ടിന്ന്? കാരണം സർജിക്കൽ സ്ക്രബ് അറിയാം, നമ്മളെ പഠിപ്പിച്ചതുപോലെ മുട്ടറ്റം വരെ നമ്മൾ സ്ക്രബ് ചെയ്യണം. ഇത് ചോദിച്ചപ്പം പറഞ്ഞ അതേ സാറേ, ഒരുവിധം പകുതി കുളിയാണ് സർജിക്കൽ സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കി. ഇത് ചെയ്യാതെ സാറിനെ തിയേറ്ററിൽ കയറ്റുമോ എന്ന് ചോദിച്ചു. മേ ബി ഇങ്ങനെ ഞങ്ങളെ വോക്കലാക്കിയത് ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ്. അഫ്കോഴ്സ് മുട്ടപ്പേരില്ലെങ്കിലൊക്കെ വഴക്ക് പറയാറുണ്ട്, ഞാത്തുള്ള കമ്മലിട്ടാലും വഴക്ക് പറയാറുണ്ട്. അന്ന് ഞങ്ങളെ കമ്മ്യൂണിറ്റി പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് ഹൈജീൻ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഓൾ ദീസ് ആർ ഫോർമൈറ്റ്സ്. ഇതിനെല്ലാം നിങ്ങൾ ഓർഗാനിസംസ് ക്യാരി ചെയ്തു പോകും. നിങ്ങൾ അറിയാതെ പേഷ്യനെ തൊട്ടിട്ട് കാലിലൊന്ന് ചൊറിയും, അത് അവിടെ ചെല്ലും. നിങ്ങൾ കോവിഡ് സമയത്ത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഞങ്ങൾ ആ ഒരു രീതിയിൽ കണ്ടിട്ട് മേ ബി അതുകൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ കുറേ ഹെൽത്തി ആയിരുന്നു. ബിക്കോസ് വി വർ വെരി സ്ട്രിക്റ്റ് വിത്ത് ദ പോളിസീസ്. വി ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് മെന്റ് ഫോർ അസ്. ഓക്കെ. സോ പിന്നെ ഡോക്ടേഴ്സ് മെഡിക്കൽ സ്പെഷ്യലി ഈ ഹൗസ് സർജൻസ് വരുമ്പോൾ BP അപ്പാരറ്റസ് എടുത്തുകൊണ്ട് പോകും. പേഷ്യൻ്റ് BP എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പറയും കൊണ്ടുവയ്ക്കാൻ പറയും. അപ്പം ഞങ്ങൾ പറയും ആരാണോ എടുത്തത് അവർ റീപ്ലേസ് ചെയ്യാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളല്ലേ എടുത്തത് കൊണ്ടുവയ്ക്കാൻ പറയും. സോ വി നെവർ ഫേസ്ഡ് എനി പ്രോബ്ലം. ഐ ഫീൽ വി വർ അസേർട്ടീവ്. വി വർ നോട്ട് അഗ്രസീവ്, വി വർ അസേർട്ടീവ്. ഇത് എൻ്റെ അനുഭവമാണ് പറഞ്ഞത്, ഞാൻ മറ്റുള്ള അനുഭവങ്ങളിലേക്ക് കടക്കണില്ല. ഇവിടെ നഴ്സസ് എംപവേർഡ് ആകണം. എംപവേർഡ് നഴ്സസ്, ICN എല്ലാ വർഷവും ഓരോ തീം എടുക്കും. കഴിഞ്ഞ വർഷം നഴ്സസിനെ കുറിച്ച് ഇതേ തന്നെയാണ് നഴ്സസിനെ കുറിച്ച് പറയാനുള്ളൂ. അവരുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് അപ്ലിഫ്റ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ തീം ആ നഴ്സസ് ആ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈഫ്. ഇവിടെ എന്താണ് എംപവർമെന്റ് എന്ന് പറയുന്നത്? എബിലിറ്റി ഓർ ദ കേപ്പബിലിറ്റി ടു ബി ബിൽറ്റ്. എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം കേപ്പബിലിറ്റി? നമ്മൾ നല്ലവണ്ണം പ്രൊഫഷണലി എംപവേർഡ് ആകണം. ബിക്കോസ് ലോകത്തിന്റെ എമ്പാട് നോക്കിയാൽ, ഞാനും ഇന്റർനാഷണലി വർക്ക് ചെയ്ത ആളാണ്, ലോകത്തിന്റെ എമ്പാട് നോക്കിയാലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടും വളരെയധികം വ്യത്യസ്തമാണ്. പക്ഷേ അവിടെയും ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർഡിയാക് സർജിക്കൽ കൊറോണറി കെയർ യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു അനുഭവമാണ്. ഒരു പേഷ്യന്റ് വന്നു ഓൺ പൾമിനറി എഡീമ. ഓവർ ദ ഫോൺ ഐ ഇൻഫോം ദ രജിസ്ട്രാർ. ഹി ടോൾ, രജിസ്ട്രാർ അല്ല അത് എടുത്തത്, കാർഡിയോളജിസ്റ്റ് വെങ്കിടേഷ് സാറാണ്. സാർ എടുത്തിട്ട് പറഞ്ഞ് ഷേർലി 40 mg IV ലാക്സിസ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓവർ ദ ടെലിഫോൺ. പെട്ടെന്ന് എനിക്ക് എൻ്റെ മാഡത്തിന് ഓർമ്മ വന്നു, നെവർ അക്സെപ്റ്റ് എനി ഓർഡേഴ്സ് ഓവർ ദ ടെലിഫോൺ. ഇൻ കേസ് ഇഫ് യു റിസീവ്, ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ഇറ്റ് ഡോക്യുമെന്റഡ്, പ്രിസ്ക്രൈബ് ബൈ ദ ഡോക്ടർ. പേഷ്യന്റിനെ സെറ്റിൽ ചെയ്തു. സാറ് ഉടനെ വന്നു. ആദ്യം ഞാൻ പേഷ്യന്റിനെ കാണാൻ അനുവദിച്ചില്ല. സാറിൻ്റെ അടുത്ത് പറഞ്ഞു പ്ലീസ് ഡോക്യുമെന്റ് ഇറ്റ്. അതൊരു ശരിക്കും ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. സാറ് വളരെയധികം എന്നെ അപ്രീഷിയേറ്റ്, ഞാനൊരു അപ്രീസിയേഷന് വേണ്ടി അല്ല കൊടുത്തത്,
ഞാൻ പഠിച്ചത് ഞാൻ അപ്ലൈ ചെയ്തതാണ്. ബിക്കോസ് ഐ ഫെൽറ്റ് ഐ ഹാവ് ടു ബി സേഫ്, പേഷ്യൻ്റ് ഹാസ് ടു ബി സേഫ്. ഇല്ലെങ്കിൽ ഞാൻ അന്ന് ഒരു ചെറിയ നഴ്സാണ്, വളരെ 22 വയസ്സേ ഉള്ളൂ, ഭയന്നിട്ടാണത് ഞാൻ ചെയ്തത്. പക്ഷെ അത് ഇന്നും എനിക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജോലി ചെയ്യേണ്ടത്. ഇനി ഈ പ്രൊഫഷണൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയോടെ നിങ്ങൾ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ ഒരു ഡോക്ടറലോ പോസ്റ്റ് ഡോക്ടർ ഡിഗ്രിയോടെ തീരുന്നില്ല. മരണം വരെ നമുക്ക് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ഞാനിപ്പം റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്നാലും ചിലപ്പോൾ എൻ്റെ അയൽക്കാരോ സ്വന്തക്കാരോ വന്ന് ചോദിക്കും, അവർക്കറിയാം ഞാനൊരു നഴ്സാണ് ബേസിക്കലി, ഷേർലി ഇതെങ്ങനെയെന്ന് ചോദിക്കുമ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് എനിക്ക് വേണം. അതെന്താന്ന് വെച്ചാൽ ഐ ഷുഡ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് മൈ നോളജ്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അത് നോട്ട് ഓൺലി നഴ്സസ്, എല്ലാ പ്രൊഫഷണൽസും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് വേണ്ടത് വൈഡായിട്ടുള്ള ഒരു റീഡിങ്, വൈഡായിട്ട് അന്വേഷണം, നോളജിനെ തിരക്കി പോവുക, മറ്റുള്ളവരുമായിട്ടുള്ള സംവാദം. അതൊക്കെയാണ് ഈ കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, ഇങ്ങനെയുള്ള CNE പ്രോഗ്രാംസ്. നിങ്ങളുടെ നഴ്സിംഗ് മാത്രമല്ല, മറ്റുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾ കടന്നു ചെല്ലുക. ഒരു ശാക്തീകരിക്കപ്പെട്ട പ്രൊഫഷണലായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് തികച്ചും നമുക്ക് എല്ലാ നഴ്സസിനോടും നഴ്സിംഗ് സ്റ്റുഡൻസിനോടും എല്ലാവരോടും ആവശ്യപ്പെടാം. എന്നോട് തന്നെയും ഞാനത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. then only we will be professionally empowered. ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. റിസർച്ച് ആക്ടിവിറ്റീസ്, നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്ന പണ്ട് പോളിറ്റൻ ഹാംഗ്ലർ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് റിസർച്ച് ബുക്സ് നഴ്സസ് എഴുതുന്നുണ്ട്, ലോക്കലായിട്ടുള്ള പല ബുക്സും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലരും നഴ്സിംഗ് റിസർച്ച് എൻഗേജ്ഡ് ആണ്. റിസർച്ചേഴ്സ് എപ്പോഴും എവിഡൻസസ് കൊണ്ടുവരും. നല്ല എവിഡൻസസിനെ പ്രയോഗിക്കുമ്പം ബെസ്റ്റ് നഴ്സിംഗ് പ്രാക്ടീസ് വരും. ഇവിടെ സിസ്റ്റർ പറഞ്ഞതുപോലെ, മഞ്ജു മാഡം പറഞ്ഞതുപോലെ, എവിടെയാണ് എംപവർമെന്റ് പോളിസി എന്ന് പറയുമ്പം JCAക്കായാലും MBA NABHനായാലും ഇതെടുത്ത് കാണിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഹൗ മച്ച് ഓഫ് റിസർച്ചേഴ്സ് യു ആർ ഇൻവോൾവ് ഇൻ. പിന്നെ അതേപോലെ മാത്രമല്ല, നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് തികച്ചും നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരിക്കുന്ന കാലത്ത് ആ കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം നമ്മൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായിട്ട് പഠിക്കാൻ, ഷോർട്ട് കട്ട് അല്ല, കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനോട് തന്നെ ടെക്നോളജിക്കൽ എംപവർമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ഒരു എന്താണ്, നിമിഷങ്ങൾക്കുള്ളിലാണ് ഡെവലപ്മെന്റ് മെഡിക്കൽ സെക്ടറിൽ, ഹെൽത്ത് കെയർ സെക്ടറിൽ, ടോട്ടൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കും ആ സ്കിൽസ് ഉണ്ടായിരിക്കണം. എല്ലാ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. അത് നഴ്സിംഗ് മേഖലയിലും കടന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക. നമുക്ക് അതൊരു ഓതന്റിക് ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട്. സോഷ്യലി എംപവേർഡ് ആയിരിക്കണം. നിങ്ങൾ മറ്റുള്ള സൊസൈറ്റിക്ക് വിസിബിൾ ആക്കുക. ഒരു സിമ്പിൾ കാര്യമാണ് നഴ്സസ്. ഞാൻ PhD കോളേജ് ഓഫ് നഴ്സിംഗിനും PhD ഹോസ്പിറ്റൽസിലും 1997-2001 വർക്ക് ചെയ്യുമ്പോൾ അവിടെ നഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസിനെ കൊണ്ട് ഏറ്റെടുത്തതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻ ദ OPD. ഡോക്ടേഴ്സും എല്ലാവരും ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു, പിള്ളേർ എന്ത് വിളിച്ചു പറയുമെന്ന്. പക്ഷെ they understood that nursing students, they have knowledge, they they give the right information. ഒരുപാട് പേഷ്യൻസ് അതിനെ കൊണ്ട് അന്നൊരു മോണിറ്ററി കൂടെ കൊടുക്കാനുള്ള ഒരു കാലഘട്ടം അല്ല. ഇന്ന് മോണിറ്റേഴ്സിൽ കൂടെ തന്നെ സെൽഫായിട്ട് അവർക്ക് പഠിക്കാം. കിയോസ്കി ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സൊസൈറ്റിയിൽ നിങ്ങളെ വിസിബിൾ ആക്കുക. ഇത് എനിക്ക് ഒരുപാട് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്കിതൊന്നും അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവതരിപ്പിക്കുന്നു. അടുത്ത് ഇതിലെല്ലാം ഉപരി പേഴ്സണലി എംപവർ യുവർ സെൽഫ്. നിങ്ങളെ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങൾ. നിങ്ങളുടെ ഹെൽത്ത്, നല്ലൊരു പേഴ്സണാലിറ്റിക്ക് മാത്രമേ നല്ലൊരു പ്രൊഫഷണൽ. നിങ്ങളുടെ ഓൾ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് നീഡ് ടു ബി, ഓൾ നഴ്സസ് ഓൾസോ, നോട്ട് ഓൺലി നഴ്സിംഗ് സ്റ്റുഡൻസ്, you have to strengthen all your dimensions of health, physical, mental, social, spiritual, എല്ലാ ഡയമെൻഷൻസും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാം. പലരും നമ്മൾ നഴ്സസ്, ചിലപ്പം ഞാനടക്കം, ഒരു പ്രിവെന്റീവ് കെയറിനും പോവില്ല, ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോവില്ല. നാളെ കോൾഡ് വരുമെന്ന് അറിയാം, ഇന്ന് ഞാൻ ഒരു കോൾഡുള്ള ആളുമായിട്ട് എക്സ്പോസ് ചെയ്ത്, വി വിൽ നോട്ട് ടേക്ക് എനി പ്രിവെന്റീവ് സ്റ്റെപ്സ്.
പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എക്സ്പോസ്ഡ് ആണ്, ആ കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് പ്രിവെന്റീവ് മെഷേഴ്സ് വി ക്യാൻ അഡോപ്റ്റ്? അത് നമ്മൾ ചെയ്യൂല. നമ്മളിൽ പലരും ഈ ഓൾ വർക്ക് പ്രഷറും സ്ട്രെസ്സും കൊണ്ട് പല NCDs നമ്മൾ മീൻസ് വി ആർ ബിക്കമിങ് എന്താണ് വിക്ടിംസ് ഓഫ് ദാറ്റ്. സോ പേഴ്സണൽ സ്ട്രെങ്ത് ഓർ പേഴ്സണൽ എംപവർമെന്റ് ഇസ് എസെൻഷ്യൽ. ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ എല്ലാ ഡയമെൻഷൻസും എംപവേർഡ് മീൻസ് ബിൽറ്റപ്പ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി വി വിൽ ബി എ സ്ട്രോങ് പേഴ്സണാലിറ്റി, വി വിൽ ബി ഏബിൾ ടു ലുക്ക് ആഫ്റ്റർ. അതായത് നമ്മളെ കെയർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും മറ്റാരെയും കെയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വീക്ക് ആണെങ്കിൽ അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ ഡൈനമിക്. അപ്പൊ പെർസെപ്ഷൻസ് അപ്പോഴും വന്നാലും ആറ്റിറ്റ്യൂഡ്സ് ആർ ബിൽറ്റ് അപ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനെല്ലാം നമ്മൾ നോക്കാൻ കഴിഞ്ഞാലും ഏത് ചാലഞ്ചസും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു കാര്യമേ പറയുള്ളൂ, വി ഹാവ് ടു ബി അസർട്ടീവ്, സേ യെസ് ടു യെസ് ആൻഡ് നോ ടു നോ. ആരെയും ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സിസ്റ്റംസ് ആണെങ്കിലും ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചാലഞ്ച് ചെയ്ത് അത് മാറ്റാനായിട്ട് ശ്രമിക്കുക, കൺസ്ട്രക്റ്റീവ്ലി മാറ്റാൻ ശ്രമിക്കുക. ഒരു ഡിസ്ട്രക്ഷൻസോ ഒരു ഫ്രസ്ട്രേഷൻസോ നമ്മൾ ബിൽറ്റപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി വി കനോട്ട് കം ഔട്ട്. ഓക്കെ, നിങ്ങളാണ് നാളത്തെ നഴ്സിംഗ് എന്താണ് ഫ്രട്ടേണിറ്റിയെ മാൻ ചെയ്യാൻ പോകുന്നവര്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ അറിയുക. നിങ്ങളുടെ മാത്രം ഒരു ചെറിയ ഒരു പോണ്ടിൽ കിടന്നൊരു തവളയെ പോലെ ഇരിക്കാതെ മറ്റുള്ള വേൾഡ് കൂടി അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷ് യു ഓൾ ഹാപ്പി